भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധ അധ ചതുരശീതിതമോऽധ്യായ. ശ്രീശുക ഉവാച. ശ്രുത്വാ പൃഥാ സുബലപുത്ര്യധയാജ്ഞസേനീ മാധവ്യധക്ഷിതിപപത്ന്യ ഉത സ്വഗോപ്യ കൃഷ്ണേഖിലാത്മനി ഹരോ പ്രണയാനുബന്ധം സർവാ വിസിസ്മുരലമശ്രുകലാകുലാക്ഷ്യ. ഇതി സംഭാഷമാണാസു സ്ത്രീഭിസ്ത്രീഷു നൃഭിർനൃഷു ആയയുർമുനയസ്തത്ര കൃഷ്ണരാമാദിദൃക്ഷയാ. ദ്വൈപായനോ നാരദശ്ചാച്യവനോ ദേവലോസിത വിശ്വാമിത്രശതാനന്ദോ ഭരദ്വാജോധ ഗൗതമ. രാമഃ സശിഷ്യോ ഭഗവാൻ വസിഷ്ഠോ ഗാലവോ ഭൃഗു പുലസ്ത്യ കശ്യപോത്രിശ്ച മാർക്കണ്ഡേയോ ബൃഹസ്പതി. ദ്വിതസ്ത്രിതശ്ചൈകതശ്ച ബ്രഹ്മപുത്രാസ്തഥാംഗിരാ അഗസ്ത്യോ യാജ്ഞവൽക്യശ്ച വാമദേവാദയോ പരേ. താൻ ദൃഷ്ട്വാ സഹസോദ്ധായ പ്രാഗാസീനാ നൃപാദയ പാണ്ഡവാ കൃഷ്ണരാമൗ ച പ്രണേമുർവിശ്വവന്ദിതാൻ. താനാനർച്ചുർയഥാ സർവേ സഹ രാമോച്യുതോർച്ചയൽ സ്വാഗതാസനപാദ്യാർഘ്യമാല്യധൂപാനുലേപനൈ. ഉവാച സുഖമാസീനാൻ ഭഗവാൻ ധർമ്മഗുപ്തനു സദസസ്തസ്യ മഹതോ യതവാചോനുശൃണ്വത. ശ്രീഭഗവാനുവാച. അഹോ വയം ജന്മഭൃതോ ലബ്ധം കാൽസ്യേന തൽഫലം ദേവാനാമപി ദുഷ്പ്രാപം യദ്യോഗേശ്വര ദർശനം. ക്യം സ്വൽപതപസാം നൃണാമർച്ചയായാം ദേവചക്ഷുഷാം ദർശനസ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാദികം. നഹ്യം മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാ തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവ. നാഗ്നിർന സൂര്യോ ന ച ചന്ദ്രതാരകാ ന ഭൂർജലം ഘം ശ്വസനോധ വാങ്മന ഉപാസിതോ ഭേദകൃതോ ഹരന്ത്യഘം വിപശ്ചിതോ ഘ്രന്തി മുഹൂർത്തസേവയാ. യസ്യാത്മബുദ്ധി കുണപേതൃധാതുകേ സ്വധീ കളത്രാദിഷു ഭൗമ ഇജ്യധി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിചിൽ ജനേഷ്വഭിജ്ഞേഷു സ ഏവ ഗോഖര. ശ്രീശുക ഉവാച. നിശമ്യേദ്ധം ഭഗവത കൃഷ്ണസ്യാകുണ്ഠമേധസ വചോ ദുരന്വയം വിപ്രാസ്തൂഷ്ണീമാസൻ ഭ്രമദ്ധിയാ. ചിരം വിമൃശ്യ മുനയ ഈശ്വരസ്യേഷിതവ്യതാം ജനസംഗ്രഹ ഇത്യൂചു സ്മയന്തസ്തം ജഗദ്ഗുരും. മുനയ ഊചു. യന്മായയാ തത്വവിദുത്തമാ വയം വിമോഹിതാ വിശ്വസൃജാമധീശ്വര യദീശിതവ്യായതി ഗൂഢ ഈഹയാ
അഹോ വിചിത്രം ഭഗവത് വിചേഷ്ടിതം. അനീഹ ഏതദ് ബഹുധൈക ആത്മനാ സൃജത്യവത്യത്തി ന ബധ്യതേ യഥാ ഭൗമേർഹി ഭൂമിർബഹുനാമരൂപിണി അഹോ വിഭൂംനശ്ചരിതം വിഡംബനം. അധാപി കാലേ സ്വജനാഭിഗുപ്തയേ ബിഭർഷി സത്വം ഖലനിഗ്രഹായ ച സ്വലീലയാ വേദപഥം സനാതനം വർണ്ണാശ്രമാത്മാ പുരുഷ പരോ ഭവാൻ. ബ്രഹ്മത്തെ ഹൃദയം ശുക്ലം തപസ്വാധ്യായ സംയമൈ യത്രോപലബ്ധം സദ്യക്തമവ്യക്തം ച തതഃ പരം. തസ്മാൽ ബ്രഹ്മകുലം ബ്രഹ്മൻ ശാസ്ത്രയോനേസ്ത്വമാത്മനാ സഭാജയസി സദ്ധാമ തദ്ബ്രഹ്മണ്യാഗ്രണീർഭവാൻ. അദ്യ നോ ജന്മസാഫല്യം വിദ്യായാസ്തപസോ ദൃശാ ത്വയാ സംഗമ്യ സദ്ഗത്യാ യദന്തശ്രേയസാം പരാ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ സ്വയോഗമായയാച്ഛന്നമഹിമ്നേ പരമാത്മനി. നയം വിദന്ധ്യമീ ഭൂപ ഏകാരാമാശ്ച വൃഷ്ണയാ മായാജവനികാച്ഛന്നമാത്മാനം കാലമീശ്വരം. യഥാ ശയാനഃ പുരുഷ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഭാതം ന വേദരഹിതം പരം. ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷ്വിന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ ന വേദസ്മൃത്യുപപ്ലവാൽ. തസ്യാദ്യതേദൃശിമാഘ്രിമഘൗഘമർഷതീർത്ഥാസ്പദം ഹൃദി വികൃതം സ്വവിപക്വയോഗൈ ഉത്സിക്തഭക്ത്യുപഹതാശയ ജീവകോശ ആപുർഭവദ്ഗതിമധോനുഗൃഹാണ ഭക്താൻ. ശ്രീശുക ഉവാച ഇത്യനുജ്ഞാപ്യ ദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്തും മുനയോ ദധിരേ മനാ. തദ്വീക്ഷ്യതാനുപവ്രജ്യ വസുദേവോ മഹായശാ പ്രണമ്യ ചോപസംഗൃഹ്യ ബഭാഷേദം സുയന്ത്രിത. വസുദേവ ഉവാച നമോ വഃ സർവദേവേഭ്യഃ ഋഷയ ശ്രോതുമർഹതാ കർമ്മണാ കർമ്മനിർഹാരോ യഥാ സ്യാന്നസ്തദുച്യതാം. നാരദ ഉവാച നാതിചിത്രമിദം വിപ്രാ വസുദേവോ ബുഭുത്സയാ കൃഷ്ണം മത്വാത്ഭഗം യെന്ന പൃച്ഛതി ശ്രേയ ആത്മന. സന്നികർഷോ ഹി മർത്യാനാമനാദരണകാരണം ഗാംഗം ഹിത്വാ യഥാന്യാംഭസ്തത്രത്യോ യാതി ശുദ്ധയേ. യസ്യാനുഭൂതികാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാच्च ഗുണതോ ന കുതശ്ചന കരിഷ്യതി. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈരവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭി സ്വവിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. അഥോചുർമുനയോ രാജന്നാഭാഷ്യാനകദുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോ. കർമ്മണാ കർമ്മനിർഹാര ഏഷ സാധു നിരൂപിത. യശ്രദ്ധയാ യജേദ്വിഷ്ണും സർവയജ്ഞേശ്വരം മഖൈ. ചിത്തസ്യോപശമോയം വൈ കവിഭിഃ ശാസ്ത്രചക്ഷുഷാ ദർശിതസുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹ. അയം സ്വസ്തേന പന്ഥ ദ്വിജാതേർഗൃഹമേധിന യശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യത പുരുഷ. വിത്തൈഷണം യജ്ഞദാനൈർഗൃഹൈർദാരസുതൈഷണം ആത്മലോകൈഷണം ദേവാകാലേന വിസൃജേൽബുധ. ഗ്രാമേ ത്യക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. ഋണൈസ്ത്രിഭിർദ്വിജോ ജാതോ ദേവർഷി പിതॄണാം പ്രഭോ. യജ്ഞാധ്യയന പുത്രൈസ്താന്യനീസ്തിര്യത്യജൻ പതേൽ. ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമതേ. യജ്ഞൈർദേവർണമുന്മുച്യ നിരുണോ ശരണോ ഭവ.
വസുദേവ ഭവാൻ നൂനം ഭക്തിയാ പരമയാ ഹരിം ജഗതാമീശ്വരം പ്രാർച്ച സയദ്വാം പുത്രതാം ഗത. ശ്രീശുക ഉവാച ഇതി തേഷാം വചശ്രുത്വാ വസുദേവോ മഹാമനാ താനൃഷീൻ മൃത്യുജോ വവ്രേ മൂഢ്യാനമ്യ പ്രസാദ്യ ച. തയേന മൃഷയോ രാജൻ വൃഥാ ധർമ്മേണ ധാർമ്മികം തസ്മിന്നയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈ. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയ പുഷ്കരസ്രജ സ്നാതാ സുവാസസോ രാജൻ രാജാന സുഷ്ഫലംകൃത. തന്മഹിഷ്യശ്ച മുദിതാ നിഷ്കകണ്ഠ്യ സുവാസസ ദീക്ഷാശാലാമുപാജഗ്മുരാലിപ്താ വസ്തുപാണയ നേതുർമൃദംഗപടഃ ശംഖഭേര്യാനഗാദയ നൃതുർനടനർത്തക്യസ്തുഷ്ടുവു സൂതമാഗധ ജഗുസ്സുകണ്ഠ്യോ ഗന്ധർവ്യ സംഗീതം സഹ ഭർതൃക. തമഭ്യഷിഞ്ചൽ വിധിവദക്തമഭ്യകൃതമൃത്യുജ പത്നീഭിരഷ്ടാദശഭിः സോമരാജമിവോടുഭി താഭിർദുകൂലവലൈർഹാരനൂപുരകുണ്ഡലൈ സ്വലംകൃതാഭിർവിബഭൗ ദീക്ഷിതോ ജിനസംവൃത. തസ്യർത്യുജോ മഹാരാജ രത്നകൗശേയവാസസ സ സദസ്യാ വിരേജുസ്തേ യഥാ വൃത്രഹണോധ്വരേ. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈ സ്വൈർബന്ധുഭിരന്വിതൗ രേജതു സ്വസുതൈർദാരൈർജീവേശൗ സ്വവിഭൂതിഭിः. ഈജേനു യജ്ഞം വിധിനാഗ്നിഹോത്രാദിലക്ഷണൈ പ്രാകൃതൈർവൈകൃതൈയജ്ഞൈ ദ്രവ്യജ്ഞാനക്രിയേശ്വരം അധർത്വിഭ്യോ ദദാൽകാലേ യഥാമ്നാതം സദക്ഷിണാ സ്വലംകൃതേഭ്യോലംകൃത്യ ഗോഭൂകന്യാ മഹാധനാ. പത്നി സംയാജവഭൃത്യൈശ്ചരിത്വാ തേ മഹർഷയ സസ്നു രാമഹൃദേ വിപ്രായജമാനപുരസ്സര സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോദാൽ തഥാ സ്ത്രിയ. തതസ്വലംകൃതോ വർണ്ണാനാം അശ്വഭ്യോന്നേന പൂജയൽ ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസാ വിദർഭകോസലഗുരുൻ കാശികേകയസൃഞ്ജയാൻ സദസ്യർത്തിക്സുരഗണാൻ നൃഭൂതപിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യാശംസന്ത പ്രയയുക്രതും. ധൃതരാഷ്ട്രോനുജ പാർത്ഥാ ഭീഷ്മോ ദ്രോണപ്രധായമൗ നാരദോ ഭഗവാൻ വ്യാസ സുഹൃത്സംബന്ധി ബാന്ധവ ബന്ധൂൻ പരിഷ്വജ്യ യദൂൻ സൗഹൃദാൽ ക്ലിന്നചേതസ യയുർവിരഹകൃച്ഛ്രേണ സ്വദേശാംശ്ചാപരേ ജനാ. നന്ദസ്തു സഹ ഗോപാലൈ ബൃഹത്യാ പൂജയാർച്ചിത കൃഷ്ണരാമോഗ്രസേനാദ്യൈർന്യവാൽസീൽ ബന്ധുവത്സല വസുദേവോഞ്ജസോത്തീര്യാ മനോരഥമഹാർണവം സുഹൃവൃതപ്രീതമനാ നന്ദമാഹകരേ സ്പൃശൻ. വസുദേവ ഉവാച ഭ്രാതരീശകൃതപാശോ നൃണാം യസ്നേഹസംജ്ഞിത തം ദുസ്ത്യജമഹം മന്യേ ശൂരാണാമപി യോഗിനാം അസ്മാൽ സ്വപ്രതികൽപ്പേയം യൽകൃതാജ്ഞേഷു സത്തമൈ മൈത്ര്യർപ്പിതാഫലാവാപി ന നിവൃത്തേത കർഹിചിൽ. പ്രാഗകൽപ്പാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദാന്ധാക്ഷാ ന പശ്യാമ പുരസ്സത മാ രാജ്യശ്രീരഭൂൽപുംസ ശ്രേയസ്കാമസ്യ മാനദ സ്വജനാനുദ ബന്ധൂൻ വാ ന പശ്യതി യയാന്ധദൃക്ക. ശ്രീശുക ഉവാച ഏവം സൗഹൃദ ശൈഥില്യചിത്ത ആനകദുന്ദുഭി രുരോദ തൽകൃതാം മൈത്രീം സ്മരൻ അശ്രുവിലോചന. നന്ദസ്തു സഖ്യു പ്രിയകൃപ്രേംണാ ഗോവിന്ദരാമയോ അദ്യ ശ്വ ഇതി മാസാം സ്ത്രീൻ യദുഭിർമാനിതോ വസൽ. തത കാമൈ പൂര്യമാണ സവ്രജ സഹബാന്ധവ പരാർത്ഥ്യാഭരണക്ഷൗമനാനാനർഘ്യപരീക്ഷതൈ വസുദേവോഗ്രസേനാഭ്യാം കൃഷ്ണോദ്ധവബലാദിഭി ദത്തമാദായ പാരിബർഹം യാപിതോ യദുഭിര്യയൗ.
നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണാംബുജേ മനക്ഷിപ്തം പുനർഹർത്തുമനീഷാ മധുരാം യയു ബന്ധുഷു പ്രതിയാതേഷു വൃഷ്ണയ കൃഷ്ണദേവത വീക്ഷ്യ പ്രാവൃഷമാസന്നാം യയുർദ്വാരവതിം പുനഃ ജനേഭ്യ കഥയാംശ്ചക്രുർ യദുദേവ മഹോത്സവം യദാസീൽ തീർത്ഥയാത്രായാം സുഹൃത് സന്ദർശനാദികം. ശ്രീഹരേ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ തീർത്ഥയാത്രാനുവർണനം നാമ ചതുരശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മാനവർക്കെന്നും ആശ്വാസമായി നിലകൊള്ളുന്ന ആ മാധവന്റെ കാരുണ്യാതിരേകം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 705 ദിവസം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 84 അധ്യായം. അതാണ് നമ്മളിപ്പോൾ വളരെ വിശദമായി അല്ലെങ്കിൽ വളരെയധികം ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ള ആ ഭാഗം പാരായണം ചെയ്ത് സമർപ്പിച്ചത്. സമന്തപഞ്ചകതീർത്ഥക്കരയിൽ ഭഗവാന്റെ നേതൃത്വത്തിലുണ്ടായ ഒരു കുടുംബ സംഗമത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സാക്ഷാൽ ഭഗവത് പത്നിമാരായ രുക്മിണി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ എന്നിവരും ഭൗമാസുരന്റെ തടവറയിൽ പിടിക്കപ്പെട്ട് കിടന്നിരുന്ന ആ 16,100 ശതാധികം ആ പെൺകുട്ടികളും അവരുടെ വിവാഹകഥ സമന്തപഞ്ചകരയിൽ വെച്ച് ഉറക്കെപ്പാടി എന്ന് പറഞ്ഞാണ് ശ്രീ ശുബ്രഹ്മർഷി ആ രംഗം ഉപസംഹരിച്ചത്. നമ്മൾ ഇന്നലെ നിർത്തിയതും 83 അധ്യായമാണ്. 84 അധ്യായത്തിൽ ശ്രീ ശുബ്രഹ്മർഷി പറയുന്നു: ശ്രുത്വാ പൃഥ സുബലപുത്ര്യഥയാജ്ഞസേനീ മാധവ്യധക്ഷിതിപപത്ന്യ ഉത സ്വഗോപ്യഃ കൃഷ്ണേഖിലാത്മനി ഹരൗ പ്രണയാനുബന്ധം സർവാ വിസിസ്നുരമലമശ്രുകലാകുലാക്ഷ്യ. പൃഥ സുബലപുത്രി കുന്തി, അതേപോലെ സുബലന്റെ പുത്രിയായിരിക്കുന്ന ഗാന്ധാരി, അധ യാജ്ഞസേനി പാഞ്ചാലി, അധ മാധവി സുഭദ്ര മാധവ സഹോദരി, ക്ഷിതിപപത്നിയ രാജപത്നിമാർ, ഉതസ്വഗോപ്യ ശ്രീകൃഷ്ണ ഭക്തകളായിരിക്കുന്ന ഗോപികമാര്, അഖിലാത്മനി സർവാത്മാവായ ഹരൗ കൃഷ്ണേ പ്രണയാനുബന്ധം ആ ഭഗവാനിൽ സന്താപഹരനായിരിക്കുന്ന ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്ന കൃഷ്ണനിൽ പാതിവൃത്യകൃതമായ സ്നേഹദാർഢ്യത്തെ കുറിച്ച് കേട്ടിട്ട്, അല്ലെ, ആ ഭഗവത് പത്നിമാര് കഥകൾ പറയുന്നത് കേട്ടപ്പോ അശ്രുകലാകുലാക്ഷ്യ കണ്ണീർ തുള്ളികൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി സർവ അലം വിസിസ്മ്യു അവരെല്ലാവരും ഏറ്റവും അധികം വിസ്മയിച്ചു പോയി എന്നാണ്. പാഞ്ചാലി, സുഭദ്ര തുടങ്ങിയവരോടും മറ്റുള്ള രാജപത്നിമാരോടും, പ്രത്യേകിച്ച് കുന്തി, അതേപോലെ ഗാന്ധാരി, പിന്നെ ഗോപസ്ത്രീകള്, ഇവരൊക്കെ ഇത് കേട്ടു. പരമാനന്ദം ആ ശ്രീകൃഷ്ണനിൽ, എല്ലാവർക്കും പരമാനന്ദം നൽകുന്ന ശ്രീകൃഷ്ണനിൽ അവരുടെ ഭക്തിയുടെ ദൃഢതയും പാതിവൃത്യത്തിന്റെ ശക്തിയും കണ്ടപ്പോ അവർക്ക് വലിയ ആശ്ചര്യമായി. ഹർഷാധിക്യം കൊണ്ട് അവരുടെ ഹൃദയം ഉരുകി, അത് കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികളായി പുറത്തേക്ക് വരുന്നു. അപ്പോൾ കുന്തി, ഗാന്ധാരി തുടങ്ങിയവരുടെ മുമ്പാകെ ഈ വിനോദ കഥാപ്രസ്താവല്ല കൃഷ്ണഭാര്യമാർ ചെയ്തത്. പാഞ്ചാലിയോട് ചോദിക്കുകയില്ല. ഗോപികമാരുടെ കഥ ഇതിനേക്കാൾ ആശ്ചര്യമാണെന്നറിയുന്ന കൃഷ്ണപത്നിമാര് മുമ്പ് അവരുടെ മുമ്പേയും ഇത് പ്രസ്താവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോ അവർക്ക് അത്ഭുതമായത് എന്നാണ്. മുമ്പ് എങ്ങും കേട്ടിട്ടില്ല ഈ കഥ.
ഇതി സംഭാഷമാണാസു സ്ത്രീഭി സ്ത്രീഷു നൃഭിർനൃഷു ആയയുർമുനയസ്തത്ര കൃഷ്ണരാമാതിദൃക്ഷയാ. കൃഷ്ണനെയും രാമനെയും കാണാൻ വേണ്ടി ഇങ്ങനെ സ്ത്രീകളോട് സ്ത്രീകളും നൃഭി നൃഷു പുരുഷന്മാരോട് പുരുഷന്മാരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭാഷണമാണാസു കൃഷ്ണരാമാതിദൃക്ഷയ ശ്രീകൃഷ്ണനെയും അതേപോലെ ബലരാമസ്വാമിയെയും കാണാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് മുനികൾ മുനയഹ തത്ര ആയയു അവിടേക്ക് കടന്നു വന്നു. ആരൊക്കെയാണ് വന്നത് എന്നാണ് പിന്നീട് പറഞ്ഞത്. ദ്വൈപായനോ നാരദശ്ച ച്യവനോ ദേവലോ അസിത വിശ്വാമിത്ര ശതാനന്ദോ ഭരദ്വാജോധ ഗൗതമ രാമസ്സ ശിഷ്യോ ഭഗവാൻ വസിഷ്ഠോ ഗാലഭോ ഭൃഗു പുലസ്ത്യ കശ്യപോത്രിശ്ച മാർക്കണ്ഡേയോ ബൃഹസ്പതി ദ്വിതസ്ത്രിതശ്ചൈകതശ്ച ബ്രഹ്മപുത്രാസ്തഥാ അഗസ്ത്യോ യാജ്ഞവൽക്യശ്ച വാമദേവാദയോ പരേ. വ്യാസൻ, നാരദൻ, ച്യവന മഹർഷി, ദേവലൻ, അസിതൻ, വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, അതേപോലെ ഭഗവാനായ പരശുരാമൻ ശിഷ്യന്മാരോടുകൂടി, ഭഗവാൻ രാമ സശിഷ്യ ശിഷ്യന്മാരോടുകൂടി, പിന്നെ വസിഷ്ഠൻ, ഗാലവൻ, അതേപോലെ ഭൃഗു, പുലസ്ത്യൻ, കശ്യപൻ, അത്രി, മാർക്കണ്ഡേയൻ, ബൃഹസ്പതി, ദ്വിതൻ, ത്രിതൻ, ഏകതൻ, ദ്വിതത്രിതശ്ചൈകതശ്ച, പിന്നെ ബ്രഹ്മപുത്രന്മാരായ സനകാദികൾ, അങ്കിരസ്, അഗസ്ത്യൻ, യാജ്ഞവൽക്യൻ, വാമദേവൻ, ഇങ്ങനെ നിരവധി ആളുകൾ സമന്തപഞ്ചക തീർത്ഥക്കരയിൽ കൃഷ്ണരാമാതിദൃക്ഷയ രാമകൃഷ്ണന്മാരെ കാണാനായിട്ട് വന്നു. താൻ ദൃഷ്ടുവാ സഹസോദ്ധായ പ്രാഗാസീനാ നൃപാദയ പാണ്ഡവാ കൃഷ്ണരാമൗ ച പ്രണേമുർ വിശ്വവന്ദിതാൻ. പ്രാഗാസീന മുമ്പേ ഇരിക്കുന്ന നൃപാദയ രാജാക്കന്മാർ മുതലായവരും പാണ്ഡവന്മാരും കൃഷ്ണരാമന്മാരും വിശ്വവന്ദിതാൻ താൻ ദൃഷ്ടുവ ലോകം മുഴുവൻ വന്ദിക്കുന്ന അവരെ കണ്ടിട്ട് സഹസാ ഉദ്ധായ പ്രണയമോ പെട്ടെന്ന് എഴുന്നേറ്റ് അവരെ പ്രണമിച്ചു എന്നാണ്. അവിടെയുള്ള സകല ആളുകളും രാമകൃഷ്ണന്മാരോടുകൂടി ആ ഋഷീശ്വരന്മാരെ നമസ്കരിച്ചു. താനാനർച്ചുർയഥാ സർവേ സഹ രാമോച്യുതോർച്ചയൽ സ്വാഗതാസന പാദ്യാഖ്യമാല്യധൂപാനുലേപനൈ. സർവേ താൻ യഥാ ആനർച്ച്യ എല്ലാവരും അവരെ വേണ്ട പോലെ പൂജിച്ചു. യഥാ അനർച്ച്യ പൂജിച്ചതുപോലെ സഹ രാമ രാമനോടുകൂടിയ അച്യുതനും സ്വാഗതാസന പാദ്യാർഘ്യമാല്യധൂപ അനുലേപനൈ സ്വാഗതം, അതേപോലെ ഇരിപ്പിടം, പാദ്യം, അർഘ്യം, മാല്യം, ധൂപം, അനുലേപനം ഇതുകൊണ്ട് വേണ്ട പോലെ അവരെ പൂജിച്ചു എന്നാണ്. ഇവിടെ സാധാരണ ലൗകികന്മാരെ പോലെ രാമകൃഷ്ണന്മാർ ചെയ്തു. ഉവാച സുഖമാസീനാൻ ഭഗവാൻ ധർമ്മഗുപ്തനു സദസസ്തസ്യ മഹതോ യത വാചോനുശൃണ്വത. ധർമ്മഗുപ്തനു ധർമ്മത്തെ രക്ഷിക്കുന്ന തനുവോടുകൂടിയ ശരീരത്തോടുകൂടിയ ഭഗവാൻ സുഖം ആസീനാൻ വളരെ സുഖമായിട്ടിരിക്കുന്ന അവരോട് യതവാച ഏറ്റവും ശ്രേഷ്ഠമായ ആ സദസ്സ് നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഭംഗിയായി അവരോട് ആ സദസ്സ് അനുശൃണ്വത എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ അവരോട് പറയാനായിട്ട് ആരംഭിച്ചു എന്ന് ശ്രീ ബ്രഹ്മർഷി പറയുന്നു. എന്താണ് ഭഗവാൻ പറഞ്ഞത്? അഹോ വയം ജന്മഭൃതോ ലബ്ധം കാൽസ്ന്യേന തദ്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യത് യോഗേശ്വര ദർശനം. വയം ജന്മഭൃത തദ്ഫല കാൽസ്ന്യേന ലബ്ധം. ഞങ്ങൾ ജന്മമെടുത്തത് അതിൻ്റെ ഫലം മുഴുവനായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. കാരണം ദേവാനാമപി ദേവന്മാർക്ക് പോലും ദുഷ്പ്രാപം പ്രാപിക്കാൻ പ്രയാസമുള്ള യോഗേശ്വര ദർശനം യോഗേശ്വരന്മാരെ കാണുക എന്നുള്ളത് ലബ്ധം അഹോ അത് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ വലിയ ആശ്ചര്യം. കാരണം ഞങ്ങൾ ജന്മമെടുത്തതിൻ്റെ ഫലം കിട്ടിയിരിക്കുന്നു. എടുത്ത ജന്മത്തിന്റെ ഫലം എപ്പോഴാ സാർത്ഥകമാവുന്നത്? സജ്ജനങ്ങളെ കാണുന്ന സമയത്ത്. അതി ദുർലഭമായിരിക്കുന്ന നിങ്ങളുടെ ദർശനം ഉണ്ടായത് ഞങ്ങളുടെ ഭാഗ്യമാണ്.
കിം സ്വൽപതപസാം ന്യൂണാമർച്ചായാം ദേവചക്ഷുഷാം ദർശന സ്പർശന പ്രശ്ന പ്രഹ്വപാദാർച്ചനാദികം. അതാണ് അർച്ചായാം, പ്രതിമയിൽ ദേവചക്ഷുഷാം, ദേവൻ എന്ന ദൃഷ്ടിയോടുകൂടിയും, സ്വൽപതപസാം, അല്പം തപസ് ചെയ്ത ആളുകൾക്ക് ദർശന സ്പർശന പ്രഹ്വപാദാർച്ചനാദികം, ദർശനം, സ്പർശനം, സംഭാഷണം, നമസ്കാരം, പാദപൂജനം തുടങ്ങിയവ കിട്ടുമോ എന്നാണ്. പ്രതിമാദികളിൽ അതാണ് ഈശ്വരൻ. ദേവതാബുദ്ധിയോടുകൂടി തീർത്ഥസ്നാനം നടത്തുന്ന ആളുകൾക്ക് നിങ്ങളെ കാണാനും തൊടാനും കുശലപ്രശ്നം ചെയ്യാനും നമസ്കരിക്കാനും പാദപൂജ ചെയ്യാനും സാധിക്കില്ല. അത് മഹാപുണ്യം നേടിയ ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃക്ഷിലാമയാ തേ പുനന്തുരു കാലേന ദർശനാദേവ സാധവ. ഭഗവാന്റെ ഗംഭീരമായിട്ടുള്ള ആ വാക്കുകളാണ്. അമ്മയാനി നഹി തീർത്ഥാനി, ജലം ഉള്ള സ്ഥലങ്ങളൊക്കെ തീർത്ഥങ്ങളല്ല. മൃക്ഷിലാമയ, കല്ല് മണ്ണ് എന്നുകൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ ന ദേവ, ദേവന്മാരുമല്ല. തേ പുന, എന്നാൽ അവ ഉരുകാലേന, വളരെ കാലം കൊണ്ട് പുനന്തി, പരിശുദ്ധന്മാരാകുന്നു. സാധവ, സജ്ജനങ്ങൾ, ദർശനാദേവ. എന്താ അതിന്റെ അർത്ഥം? പ്രതിമാദികൾക്കും സ്വൽപഫലം എന്ന് മുമ്പ് പറഞ്ഞത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ജലം എന്നുള്ള സ്ഥലങ്ങളൊക്കെ തീർത്ഥങ്ങളാണ്. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ പ്രതിമകളും ദേവന്മാര്. പക്ഷേ അതൊക്കെ വളരെ പതുക്കെ, വളരെ കാലം അനുഷ്ഠാനം ചെയ്താൽ അതിന്റെ ഫലം കിട്ടും, അന്ധകരണ ശുദ്ധി ഉണ്ടാവും. എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, സജ്ജനങ്ങളെ കണ്ടാൽ ഉള്ള ശുദ്ധമാവും. അതുകൊണ്ട് സജ്ജന സേവ തീർത്ഥസ്നാനാദികളെക്കാളും പ്രതിമാദികളെ പൂജിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്നാണ്. അപ്പോൾ അമ്മയങ്ങൾ തീർത്ഥങ്ങളല്ല, പ്രതിമാദികൾ ദേവന്മാരുമല്ല, അങ്ങനെയും പറയുന്ന ആളുകളുണ്ട്. തേ പുനന്തുരു കാലേന, അവ കാലദൈർഘ്യത്താൽ ശുദ്ധികരങ്ങൾ എന്നുള്ളത് അവിടെ ചേരില്ല. അപ്പോ പ്രതിമാ സ്വൽപബുദ്ധീനാം എന്നാണ്. പ്രതിമയെ പൂജിക്കുക എന്നുള്ളത് ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക്. പക്ഷേ ഇവിടെ സജ്ജന സേവയെ അപേക്ഷിച്ച് തീർത്ഥസ്നാന പ്രതിമാദി പൂജകൾക്കൊക്കെ താഴ്ച സജ്ജന സേവയാണ് ഏറ്റവും ശ്രേഷ്ഠം. നാഗ്നിർന സൂര്യോ ന ചന്ദ്ര താരക ന ഭൂർജലം ഘം ശ്വസനോധവാഗ്മന ഉപാസിതാ ഭേദകൃതോ ഹരന്ത്യഘം വിപശ്ചിതോ ഘ്നന്തി മുഹൂർത്ത സേവയാ. ഉപാസിത, ഉപാസിക്കപ്പെട്ട അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, ജലം, ആകാശം, വായു, വാക്ക്, മനസ്സ്, ഇതൊക്കെ ഭേദകൃത, ഭേദത്തെ ഉണ്ടാക്കുന്നതായിട്ട് അഘം നഹരന്തി, അത് പാപത്തെ നശിപ്പിക്കില്ല. പക്ഷേ വിപശ്ചിത, വിദ്വാൻമാർ മുഹൂർത്ത സേവയ, ഒരു മുഹൂർത്ത സമയം കൊണ്ട്, ഏറ്റവും ചെറിയ സമയം കൊണ്ട് തന്നെ പാപങ്ങളെ ഇല്ലാതെയാക്കുന്നു. അഗ്നിയാദി ദേവതകളെക്കാൾ സജ്ജനങ്ങൾ പാപഹരമാണ്, അവരുടെ ദർശനം. അതുകൊണ്ടാണ് അപ്പൊ ഉപാസകന്റെ പാപത്തെ, ജനനമരണക്ലേശമായിരിക്കുന്ന കർമ്മബന്ധത്തെ നശിപ്പിക്കാൻ സൂര്യനോ അഗ്നിക്കോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ ഭൂമിക്കോ വെള്ളത്തിനോ ആകാശത്തിനോ വായുവിനോ ഒന്നും സാധിക്കില്ല എന്നാണ്. ഇവയെ ഉപാസിക്കുന്ന ആളുകൾ ഉപാസ്യതാബുദ്ധി, തന്നെക്കുറിച്ച് ഉപാസക ബുദ്ധിയും ഉള്ളതുകൊണ്ട് ഭേദഭാവന വിട്ടുമാറില്ല എന്നാണ്. എന്നാൽ സജ്ജനങ്ങളെ കാണുമ്പോൾ ഭേദഭാവന മാറി അഭേദമായ ഈശ്വര സംസ്കാരം നമ്മളിൽ ഉണ്ടാവും. അതുകൊണ്ട് സാധുസേവയാണ് ചെയ്യേണ്ടത്. യസ്യാത്മബുദ്ധി കുണപേതൃധാതുകേ സ്വധി കളത്രാദിഷു ഭൗമ ഇജ്യധി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിചിൽ ജനേഷ്വഭിജ്ഞേഷു സ ഏവ ഗോഖര. ത്രിധാതുകേ, 3 ധാതുക്കളോടുകൂടിയ കുണപേ, ശവത്തിൽ, യസ്യ ആത്മബുദ്ധി, ആർക്കാണോ ഞാൻ ആത്മാവാണ് എന്നുള്ള തോന്നൽ ഉണ്ടാവുന്നത്. കളത്രാദിഷു സ്വധി, ഭാര്യാദികളിൽ ഇത് തൻ്റേതാണ് എന്ന ബുദ്ധി. ഭൗമേ, ഭൂവികാരത്തിൽ ഇജ്യധി, ദേവതാബുദ്ധി. സലിലെ, ജലത്തിൽ തീർത്ഥബുദ്ധി ഉണ്ടാകുന്നുവെങ്കിൽ അഭിജ്ഞേഷു, പണ്ഡിതന്മാരായ ജനങ്ങളിൽ
ന കർഹിച്ചിൽ സ ഏവ ഗോഖരഃ. ആ പറയാണ്, അങ്ങനെയാണെങ്കിൽ അഭേദമായ പരിശുദ്ധ ഭാവന ഇല്ലാതെ ഇരിക്കണു ആത്മജ്ഞാനികളിൽ. ബാക്കിയുള്ളതിലൊക്കെ ആ ഭേദബുദ്ധി ഉണ്ടാവുകയും ചെയ്യുക. അവൻ മനുഷ്യവർഗത്തിൽപ്പെട്ടവനല്ല എന്നാണ്. സ ഏവ, അവൻ തന്നെ ഗോഖരഃ, പശുക്കൾക്ക് പുല്ലു ചുമക്കുന്ന കഴുതയാണ് എന്നാണ്. അത്രയും പറഞ്ഞും കൊണ്ടാണ് ഭഗവാൻ ആ വാക്കുകളെ അവിടെ ഉപസംഹരിക്കുന്നത്. സാധുജനങ്ങളെ സേവിക്കുന്നതിൻ്റെ മാഹാത്മ്യം, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ വിട്ടു വീണു നമിക്കണം എന്ന് പൂന്താനം പാടിയത് ഈ ആശയം തന്നെയാണ്. ആ ഭാഗത്തോടു കൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 14ാമത്തെ ശ്ലോകം മുതൽ നാളെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ
ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.